നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? എ. ഡൽഹി, ബി. കേരളം, സി. മുംബൈ, ഡി. ഭോപ്പാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഉത്തരം ഡി. ഭോപ്പാൽ. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി എന്ന്? എ. 2015 ജനുവരി 1, ബി. 2015 ജനുവരി 2, സി. 2014 ജനുവരി 1, ഡി. 2014 ജനുവരി 2. ഉത്തരം എ. 2015 ജനുവരി 1. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? എ. 10, ബി. 16, സി. 26, ഡി. 40. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? ഉത്തരം സി. 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? എ. 1946 നവംബർ 22, ബി. 1986 നവംബർ 19, സി. 1986 നവംബർ 22, ഡി. 1990 നവംബർ 16. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ഏത്? ഉത്തരം ബി. 1986 നവംബർ 19. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര? എ. 1 വർഷം, ബി. 3 വർഷം, സി. 10 വർഷം, ഡി. 5 വർഷം. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര? ഉത്തരം ഡി. 5 വർഷം. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? എ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ബി. സ്വരൺ സിംഗ് കമ്മിറ്റി, സി. ബി. ബോക്കർ സാഹിബ് ബഹദൂർ, ഡി. ബി. ആർ. അംബേദ്കർ. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം ബി. സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? എ. 1947 നവംബർ 4, ബി. 1947 നവംബർ 17, സി. 1947 നവംബർ 22, ഡി. 1947 നവംബർ 26. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? ഉത്തരം എ. 1947 നവംബർ 4. ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? എ. 1947 നവംബർ 4, ബി. 1947 നവംബർ 17, സി. 1947 നവംബർ 22, ഡി. 1947 നവംബർ 26. ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഉത്തരം ബി. 1947 നവംബർ 17. ഇന്ത്യയെ എല്ലാ അടിമത്തത്തിൽ നിന്നും മേൽക്കോയ്മയിൽ നിന്നും വിമുക്തം ആക്കുന്നതിനു ഇനി വേണ്ടി വന്നാൽ പാപം ചെയ്യാൻ പോലും ഉള്ള അവകാശം ഉറപ്പിക്കുന്നതുമായ ഒരു ഭരണഘടനയ്ക്കു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? എ. ഗാന്ധിജി, ബി. ജവഹർലാൽ നെഹ്റു, സി. സി. രാജഗോപാലാചാരി, ഡി. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയെ എല്ലാ അടിമത്തത്തിൽ നിന്നും മേൽക്കോയ്മയിൽ നിന്നും വിമുക്തം ആക്കുന്നതിനും ഇനി വേണ്ടി വന്നാൽ പാപം ചെയ്യാൻ പോലുമുള്ള അവകാശം ഉറപ്പിക്കുന്നതുമായ ഒരു ഭരണഘടനയ്ക്കു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം എ. ഗാന്ധിജി. ഭരണഘടനാ ദിനം എന്ന്? എ. നവംബർ 22, ബി. നവംബർ 23, സി. നവംബർ 26, ഡി. നവംബർ 28. ഭരണഘടനാ ദിനം എന്ന്? ഉത്തരം സി. നവംബർ 26.
ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? എ 10, ബി 17, സി 46, ഡി 50. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം ബി 17. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? എ 1946 ഡിസംബർ 10, ബി 1946 ഡിസംബർ 13, സി 1946 ഡിസംബർ 22, ഡി 1947 ഓഗസ്റ്റ് 15. ഉത്തരം ബി 1946 ഡിസംബർ 13. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരാണ്? എ ഗാന്ധിജി, ബി ജവഹർലാൽ നെഹ്റു, സി ജെ.ബി. കൃപലാനി, ഡി രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഡി രാജേന്ദ്ര പ്രസാദ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി രാജേന്ദ്ര പ്രസാദ്, ഡി ഗാന്ധിജി. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? എ നീലം സഞ്ജീവ റെഡ്ഡി, ബി വി ഗിരി, സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടന നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആര്? എ നീലം സഞ്ജീവ് റെഡ്ഡി, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഡി ജവഹർലാൽ നെഹ്റു. ഭരണഘടന നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആര്? ഉത്തരം ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? എ 10, ബി 9, സി 17, ഡി 6. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? ഉത്തരം ബി 9. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? എ 10, ബി 9, സി 17, ഡി 6. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? ഉത്തരം ബി 9. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം എ 58. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ബി 389. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ഗവർണർ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്?
ഉത്തരം സി 292. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഡി 70. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത്? എ ഗ്രീസ്, ബി ബ്രിട്ടൻ, സി അമേരിക്ക, ഡി ഫ്രാൻസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി ബ്രിട്ടൻ. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്? എ ഗ്രീസ്, ബി ബ്രിട്ടൻ, സി അമേരിക്ക, ഡി ഫ്രാൻസ്. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം എ ഗ്രീസ്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? എ മൗലികാവകാശങ്ങൾ, ബി നിർദ്ദേശക തത്വങ്ങൾ, സി ആമുഖം, ഡി മൗലിക കടമകൾ. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഉത്തരം എ മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ ഇന്ദിരാഗാന്ധി, ബി രാജീവ് ഗാന്ധി, സി മൊറാർജി ദേശായി, ഡി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ബി രാജീവ് ഗാന്ധി.